അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര ഒരു ദിവസം നേരത്തെ ആക്കിയിരിക്കുകയാണ് നാസ. ക്രൂ 9 സംഘം നാളെ ഭൂമിയിലേക്ക് മടങ്ങും. ഇന്ത്യൻ സമയം രാവിലെ 10:35 സംഘത്തിന്റെ മടക്കയാത്ര. വിവരങ്ങളുമായി ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനേന സതീഷാണ് ചേരുന്നത്. അനേന, നാളെ ഏതാണ്ട് ഇതേ നേരത്തോടൊക്കെ അടുത്തെത്തുമ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാസ അവരുടെ മടക്കയാത്ര നേരത്തെ ആക്കുകയാണ്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനേന? അതെ ലക്ഷ്മി, വളരെ സന്തോഷവും അതുപോലെ തന്നെ ആശ്വാസവും തരുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാളെ ക്രൂ 9 സംഘം തിരിച്ച് ഭൂമിയിലേക്ക് പുറപ്പെടുമെന്നുള്ളൊരു വാർത്തയാണ് നാസ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 10:35 അവർ അവിടെ നിന്നും മടങ്ങും. മാർച്ച് 19 ബുധനാഴ്ച പുലർച്ചെയോടെ ഭൂമിയിലേക്ക് എത്തുമെന്നൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ബുച്ച് വിൽമോറും സുനിത വില്യംസും എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ വളരെ വലിയൊരു അനിശ്ചിതത്വം തുടരുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ മടങ്ങി വരവിനെക്കുറിച്ച് ഒരു വാർത്തയും ഇല്ലായിരുന്നു. പക്ഷേ മാർച്ച് 15 സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം വിജയകരമായി നടത്തി. ഇന്നലെ രാവിലെയോടെ ഈ ക്രൂ 10 അംഗം ഹാച്ച് തുറന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നമ്മൾ കണ്ടതാണ് അവരെ വളരെ സന്തോഷത്തോടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റ് 2 പേരും കൂടെ അവരെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ വലിയ സന്തോഷത്തോടെ കണ്ടതാണ്. എന്തായാലും കഴിഞ്ഞ 9 മാസമായാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിൽ തുടരുന്നത്. 2024 ജൂൺ മാസമാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. അന്നു മുതൽ ഇത്രയും കാലം വലിയ നീണ്ടൊരു അനിശ്ചിതത്വം തന്നെയായിരുന്നു. എന്തായാലും ഇതിന് വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ലക്ഷ്മി, നാളെ 10:35 ഇന്ത്യൻ സമയം 10:35 ക്രൂ 9 സംഘം ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. മാർച്ച് 19 വെളുപ്പിന് അവർ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ നാസ അറിയിക്കുന്ന വിവരങ്ങൾ. അനേന സതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.